എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതായത് നമ്മളെല്ലാവരും നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫായിരിക്കും. നമ്മളെ ആരെയും അംഗീകരിക്കുന്നില്ല എന്നുള്ള നമുക്ക് തോന്നാം. നമ്മൾക്ക് പല സാഹചര്യങ്ങൾ കുറവുണ്ടാവാം, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവാം, പല പല പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും അലട്ടുന്നുണ്ടാവും അല്ലേ. നമ്മളെപ്പോഴും പരാതികളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. നമുക്ക് അതില്ല ഇതില്ല അങ്ങനെയൊക്കെയാണ് അല്ലേ. പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ അന്നം, നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റ് ചെയ്താൽ നമ്മുടെ ചിന്തകൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അത് ഓട്ടോമാറ്റിക്കലി മാറും. നമ്മുടെ ചിന്തകൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അതിലൂടെ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ആ ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റും. ആത്മാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പിനെസ് മോഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന നമ്മൾ സ്വയത്തെ തിരിച്ചറിയുക. നമ്മളെപ്പോഴും മറ്റൊരാൾ ശരിയല്ല, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ശരിയല്ല, എൻ്റെ ഫ്രണ്ട് ശരിയല്ല, അല്ലെങ്കിൽ ഒരാളുടെ കുഴപ്പം കൊണ്ടാണ് ഞാനിങ്ങനെ ആയത്, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രിൻസിപ്പിൾ. ആ തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുറവുകളെയും നമ്മുടെ നിറവുകളും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊരു ഹാപ്പിനെസ് വരും. അതായത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പുഷ്പമാണ് താമര പുഷ്പം. ആ താമര പുഷ്പം വിരിയുന്നത് ചെളിക്കുണ്ടിലാണ്. അപ്പോൾ ചെളിയാവുന്ന സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം ചെളിക്കുണ്ടായിട്ടുള്ള സാഹചര്യങ്ങളാണ് മുഴുവനുള്ളത്. ആ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു താമര പുഷ്പം പോലെയായി മാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഒരിക്കലും ഒരാളെയും മാറ്റാൻ സാധിക്കില്ല. നമുക്ക് മാറി നമ്മൾ ലോകത്തെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. താങ്ക് യു.